ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ അവർ പ്രിയനെ കൂട്ടിക്കൊണ്ട് വരുന്ന ദിവസമാണ് ഇന്ന്. അപ്പം പ്രിയയുടെ ഇന്നത്തെ ചടങ്ങുകളൊക്കെ ഇന്ന് കൂട്ടിക്കൊണ്ട് വരുന്ന ചടങ്ങുകളാണ്. അപ്പോൾ ഗീതു ഭയങ്കര എല്ലാവരും റെഡിയൊക്കെ ആകുവാണ്. എല്ലാവരും ഭയങ്കര ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡി ആകുന്നുണ്ട്. അപ്പോൾ ഗീതു മാത്രം റെഡി ആവാതെ റൂമിൽ തന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ്. അത് കാണുമ്പോൾ ഗോവിന്ദന് മനസ്സിലാവുന്നുണ്ട് ഗീതു. അപ്പം ഗീതുവിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇത് നമുക്ക് മാത്രമല്ലേ അറിയുള്ളൂ, നീ ഇപ്പോൾ വിഷമിക്കല്ലേ, വാ റെഡിയാകാൻ, നിനക്ക് അമ്മ എല്ലാം നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ, അമ്മേനെ വിഷമിപ്പിക്കരുത്, ഈ പരിപാടി ചടങ്ങ് നല്ല രീതിയിൽ നടക്കണം എന്നല്ലേ അമ്മയുടെ ഒരാഗ്രഹം, അത് നമ്മളെ കൊണ്ട് പറ്റണ പോലെ നമ്മൾ ചെയ്തു കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയും, നീ ഏറ്റവും നല്ല സുന്ദരിയായിട്ട് റെഡിയായിട്ട് വരാനൊക്കെ പറയുന്നുണ്ട്. അപ്പം ഗീതു അതിന് മുന്നേ പറയുന്നുണ്ട്, എനിക്കൊരു ഡ്രസ്സ് മാറാനേ ഉള്ളൂ എന്ന് പറയുന്നു. അപ്പം ഗോവിന്ദ് തന്നെ ഒരു സാരി ചെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുവാണ്. ഒരു സാരി എടുത്തിട്ട് ഗീതുവിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ ഷോൾഡർ വെച്ച് കൊടുക്കുക, ഇത് നല്ല ചേർച്ചയുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് ഈ സാരി ഡ്രസ്സ് മാറാൻ പറഞ്ഞു ഗീതു അങ്ങനെ റെഡിയാകാൻ പോവാട്ടോ. അപ്പം ഗോവിന്ദ് ആ സാരിയൊക്കെ എടുത്തു കൊടുത്തപ്പോൾ ഗീതുവിനൊരു സന്തോഷമാകുന്നുണ്ട്. എന്നാലും ഭയങ്കര ടെൻഷൻ സങ്കടമാട്ടോ ഗീതുവിനെ കാണിക്കുന്നത്. അതേസമയം വിലാസിനെ ഇങ്ങനെ റെഡിയാക്കുക, പ്രിയനെ റെഡിയാക്കുന്നത് വിലാസിനെയാണ്. വിലാസിനെ എല്ലാം ഇങ്ങനെ സാരിയൊക്കെ ഉടുപ്പിച്ചു കൊടുത്ത് ഗോൾഡ് എല്ലാം ഇടിയിച്ചു കൊടുക്കുവാണ്. അപ്പോൾ ഭദ്രം വന്നു ചോദിക്കും, ഈ ഗോൾഡിനൊക്കെ ഇത്ര വിലയല്ലേ, ഇപ്പോൾ ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ വിലാസിന് പറയുന്നു, മോളെ എങ്ങനെയാണോ അവിടെ നിന്ന് വിട്ടത് അതുപോലെ തന്നെ വേണം മോളെ അങ്ങോട്ട് വിടാൻ, അപ്പോൾ ഇനിയും ഗോൾഡ് ഒന്നും വേണ്ട എന്നിങ്ങനെ ഭദ്രം പറയാം. അപ്പോഴത്തേക്കും വിലാസിനെ അവിടെ നിന്നൊരു ബോക്സ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ അതിലിരുന്ന ഗോൾഡിൽ ഒരെണ്ണം മിസ്സാണ്. അയ്യോ അതപ്പോൾ എന്ത് ചെയ്യാം, മാങ്ങാമാല എന്ത് ചെയ്യുന്നു ചോദിക്കും. മാങ്ങാമാലയോ, അതെന്ത് മാലയാന്നൊക്കെ ചോദിച്ചിട്ട് ഭദ്രം പറയുന്നുണ്ട്. അപ്പോൾ വിലാസിനിക്ക് ഒരു സംശയം, അവിടെ ആ മാല അതിലില്ലാത്ത. അപ്പോൾ അവരെല്ലാം അവിടെ നോക്കുന്നുണ്ട്. അപ്പം വിനോദ് പറയുന്നുണ്ട്, അമ്മ അടിച്ചു മാറ്റിയതായിരിക്കും. അപ്പം അത് കേൾക്കുമ്പോൾ വിഷമവും ഉണ്ട്, അത് ദേഷ്യവും വരുന്നുണ്ട്. അതിനിപ്പം ഭദ്രം വേഗം പറഞ്ഞാൽ എനിക്ക് കുറച്ച് അപ്പുറത്ത് പണിയൊക്കെ ഉണ്ട്, ഞാൻ പോയി ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും വിലാസിന് ഭദ്രനോട് പറയാം അവിടെ നിന്നേന്ന് പറഞ്ഞിട്ട് ഭദ്രൻ്റെ പോക്കറ്റിൽ നിന്ന് മാല എടുക്കും. അപ്പോൾ എല്ലാവർക്കും അത്ഭുതമാവും കേട്ടോ. അപ്പോൾ പ്രിയനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചൊക്കെ പറയുന്നുണ്ട്. അതിന് വിലാസിനെ ഈ റെഡിയാക്കുന്നതിൻ്റെ ഇടയ്ക്ക് വിചാരിക്കുന്നുണ്ട്, ഇനി എനിക്ക് പ്രിയമോളെ കാണാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചാണ് ഇങ്ങനെ വിലാസിന് പറയുന്നത്. അപ്പോൾ വിലാസിന് പ്രിയനെ റെഡിയാക്കി എന്നിട്ട് എല്ലാവരെയും നിർത്തി എന്നിട്ട് പറയുന്നുണ്ട്, വിനോദേ എൻ്റെ പ്രിയമോളെയും കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് വിലാസിന് ഇങ്ങനെ നിന്ന് ഫോട്ടോ എടുക്കുവാണ്. അപ്പോൾ ഭദ്രൻ ചെല്ലുമ്പോൾ പറയും, നിങ്ങൾ മാറി നിൽക്കുന്ന പറഞ്ഞിട്ട് ഭദ്രനെ മാറ്റി നിർത്തും. എന്നിട്ട് എല്ലാവരും നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിനോദും ഒക്കെ നിന്നിട്ട് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ വിലാസിനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ വരും. വിലാസിനിക്ക് കാര്യം. അപ്പം പ്രിയ ചോദിക്കുന്നത്, എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിക്കുന്നത്, അമ്മ വിഷമിക്കാതിരിക്കാൻ പറയുന്നു. അതേസമയം ഒരു കാറ് വന്ന് മുറ്റത്ത് നിൽക്കുവാണ്. അപ്പം എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങി വരും കേട്ടോ. അങ്ങനെ എല്ലാവരും ഇറങ്ങി വന്ന് അകത്തേക്ക് കയറിയ അപ്പോഴത്തേക്കും ഗീതു ഭയങ്കര സങ്കടപ്പെട്ടാട്ടോ. ഗീതുവിന് എത്ര പറഞ്ഞിട്ടും ഗീതുവിനെ അങ്ങ് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഗീതു ഇറങ്ങി ഓടി വന്നിട്ട് അമ്മേനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുവാണ്. അപ്പോഴത്തേക്കും ഭദ്രം പറയുന്നത് കണ്ടോ അമ്മയുടെ മോളുടെ സ്നേഹം കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭദ്രം പറയുന്നുണ്ട്. അതേസമയം കാഞ്ചനയാട്ടോ ലാസ്റ്റ് ഇറങ്ങുന്നത്. കാഞ്ചനയാണെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് ഭയങ്കര സ്റ്റൈലായിട്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പോഴത്തേക്കും കാഞ്ചന ഇതേ സെലിബ്രിറ്റി എന്ന് ചോദിച്ചിട്ട് ഭദ്രം ചോദിക്കുന്നു. അങ്ങനെ അവർ കാഞ്ചനേനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുക, അതൊന്നുമില്ലാത്ത സെലിബ്രിറ്റിയാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്ത് കാഞ്ചന വീടിൻ്റെ അകത്തേക്ക് കയറ്റി വയ്ക്കുവാണ്. എല്ലാവരും റെഡി ആയിട്ടാണ് വരുന്നത്. അവരെല്ലാവരും വീടിൻ്റെ ഉള്ളിൽ കയറി വരുമ്പോഴത്തേക്ക് പ്രിയ ഇങ്ങനെ റെഡിയായിട്ട് ഇറങ്ങി വരും. അപ്പോൾ പ്രിയനെ കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട് കേട്ടോ. രാധികാമയൊക്കെ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. ഇങ്ങനെ വരുണും എല്ലാവരും ഉണ്ട്. എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്കും ഇതിൻ്റെ ഇടയ്ക്ക് രാധികാമ്മ വിചാരിക്കും, ഗീതു എന്നല്ല എൻ്റെ അടുത്ത് ആ കാര്യം ചോദിക്കാന്ന് പറഞ്ഞാൽ അവൾ എന്താ ഇത്ര നേരമായിട്ട് ചോദിക്കാത്തതെന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ രാധികാമ്മ ഇങ്ങനെ നടക്കും കേട്ടോ. അതേസമയം പിന്നെ കാണിക്കുന്നത് ഗീതുവിന് നല്ല ടെൻഷനൊക്കെ ആയിട്ട് ഗീതു ഇങ്ങനെ ഇരിക്കുവാണ് വിഷമിച്ചൊക്കെ. അപ്പോഴത്തേക്കും പ്രിയനെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തുകയും എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെല്ലാ സ്വർണ്ണങ്ങളും ഇടിയിച്ചിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ ഭദ്രം പറയാം. ഒരു പവൻ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഗോവിന്ദ് പറയുന്നുണ്ട്, നിങ്ങൾ ഒരു പവൻ കൂടുതൽ മേടിച്ചല്ലോ, അത് തന്നെ വലിയ സന്തോഷമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അത്ര സന്തോഷം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾ മേടിച്ചതൊന്നുമല്ല, നിങ്ങളിപ്പോൾ കൊണ്ടിടില്ലേ അതിൻ്റെയും കൂടെ അളവ് കണക്ക് കൂട്ടിയാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ഭദ്രം വന്നിട്ട് ഇങ്ങനെ ഗോവിന്ദിൻ്റെ അടുത്ത് പറയും, അതെ പ്രിയമോളെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നതിന് ചടങ്ങിന് കുറേ പൈസയൊക്കെ ചിലവായിട്ടുണ്ട് കേട്ടോ, അതൊക്കെ തരണം എന്നിങ്ങനെ ഭദ്രം പറയുന്നുണ്ട് ഗോവിന്ദൻ്റെ അടുത്ത്. ഇത് കേട്ടോണ്ടാണ് രാജി വരുന്നത്. അപ്പോൾ വിലാസിന് വന്ന് ചോദിച്ചു, നിങ്ങൾ എന്തായി ചോദിക്കുന്നത്, നമ്മുടെ മോൻ വേണം ഇതൊക്കെ ചെയ്യാനായിട്ടെന്ന് പറയുന്നു. അവൻ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഗീതുമോളെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് എല്ലാം ഗോവിന്ദ് വേണ്ട ചെയ്യാൻ, അന്നേരം ഇപ്പം നമ്മളല്ലല്ലോ ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് വേണം ചെയ്യാൻ. അതുകൊണ്ട് ഇപ്പോൾ പ്രിയനെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്ന ചടങ്ങിന് എല്ലാം
വിനോദ് വേണം ചെയ്യാമെന്ന് പറയുന്നു. അവനെ പൈസയ്ക്ക് കൊണ്ടേലും അവൻ്റെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്താൽ മതി. അത് പക്ഷേ ശമ്പളത്തിൽ നിന്ന് മുൻകൂർ കൊടുത്താലും അതെല്ലാ മാസം അവൻ്റെ നിന്ന് കറക്റ്റായിട്ട് ആ പൈസ കട്ട് ചെയ്ത് എടുത്തോണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിലാസിനി ഇങ്ങനെ പറയുന്നുണ്ട് ഗോവിന്ദനോട്. അതേസമയം അവരിങ്ങനെയൊക്കെ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറയും ഇനിയൊരു ചടങ്ങുള്ളതേ, ഇനി ഗീതുമോക്കടെ കേട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഗീതുവിനും ഗോവിന്ദനും ഒക്കെ ഒരു നാണമൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ആ രീതിയിൽ നല്ല രീതിയിൽ ആ ചടങ്ങൊക്കെ മുന്നോട്ട് പോവുകയാണ്. പിന്നെ അതേസമയം എങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിലും ഗീതുവിന് നല്ല ടെൻഷനും വിഷമവും ഒക്കെ തന്നെയാണ്. അതേസമയം പിന്നെ രഞ്ജുവിനെയാണ് കാണിക്കുന്നത്. രഞ്ജുവും ധ്യാനും കൂടി ഇങ്ങനെ കാറിൽ വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട് എന്ത് ചെയ്ത് അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ലല്ലോ, അവൾ എന്താ പോലും ഇനി ഫോൺ എടുക്കാത്തതെന്ന് പറഞ്ഞ് രഞ്ജു പറയുന്നുണ്ട്. അപ്പം ധ്യാൻ പറയാം എന്നാൽ പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല, നമുക്ക് തിരിച്ചു പോയാലോ. അത് വേണ്ട, അവൾ വരാൻ പറഞ്ഞതല്ലേ, എന്താണെങ്കിലും നമുക്ക് അവിടെ വരെ ചെല്ലാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗീതുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ രഞ്ജു ആണ്. ഗീതു ആണെങ്കിൽ ഇതൊന്നും ഫോൺ അടിക്കുന്നൊന്നും അറിയുന്ന പോലും ഇല്ല. അങ്ങനെ രഞ്ജുവിനോട് ചെല്ലാൻ പറഞ്ഞിട്ട് അവരവിടെ ചെല്ലും. അപ്പോൾ ചോദിക്കും നിനക്ക് അവരുടെ വീട് അറിയാമോന്നിരിക്കും. ഞാൻ മുന്നേ ഒരു തവണ പോയതാണ്, എനിക്കാണെങ്കിൽ അറിയത്തില്ല, എന്നാലും ഞാൻ ഇങ്ങനെ നോക്കാം എന്നുള്ള രീതിയിൽ രഞ്ജു പറയുവാണ്. അങ്ങനെ രഞ്ജു ധ്യാനൂടെ ഗീതുവിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് വീടിൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ അവരെ കാറിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.